ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഒരു തേർഡ് പേഴ്സന്റെ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വുമൺ സൈക്കോളജി പ്രകാരം നമ്മുടെ റിലേഷൻഷിപ്പിലെ ഒരു തേർഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ സ്ത്രീകൾ കാണിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്വഭാവ രീതിയിൽ വരുന്ന ചില മാറ്റങ്ങളുണ്ട്. അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഒന്നാമതായിട്ട് അവർ കാണിക്കുന്ന ഒരു ചേഞ്ച് അല്ലെങ്കിൽ അവരുടെ സ്വഭാവ രീതിയിൽ വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് പ്രൈവസി കൂടുക എന്നുള്ളത് തന്നെയാണ്. പേഴ്സണൽ സ്പേസും പേഴ്സണൽ ടൈമും ഒക്കെ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇതുവരെ കാണിക്കാത്ത രീതിയിലുള്ള ഒരു പേഴ്സണൽ സ്പേസ് ഒരാൾ എടുക്കുകയും അതുപോലെ തന്നെ ഈ ഫോണില് കുറച്ചധികം പ്രൈവസി വേണമെന്ന് ആവശ്യപ്പെടുകയും അതുപോലെ ഈ ഫോണിനെ ഭയങ്കര സീക്രട്ട് ആക്കി വെക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ വരുന്ന ആ ഒരു ചേഞ്ച് നിങ്ങൾ വിട്ട് കളയരുത്. കാരണം അവരെന്തോ ഒരു കാര്യം നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അവരവരുടെ ഫോണിനെ ഇത്രയധികം സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മളോടുള്ള, അതായത് ഒരു സ്ത്രീക്ക് ഒരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെ വേറൊരാളുമായിട്ട് ഒരു എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവരുടെ ഹസ്ബൻഡിനോടുള്ള താല്പര്യം പതിയെ കുറഞ്ഞു വരും എന്നുള്ളതാണ്. അതായത് നോർമലി നമ്മുടെ ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ്, സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് സംസാരിക്കണമെന്നും അറ്റൻഷൻ കിട്ടണമെന്നും അതുപോലെ നമ്മൾ കൺസിഡർ ചെയ്യപ്പെടണമെന്നും എന്നൊക്കെയുള്ള ഒരുപാട് ആവശ്യങ്ങളും പരിഭവങ്ങളും പരാതികളൊക്കെ ഉണ്ടായിരിക്കും. ഈ പരാതികളുടെ ആ ഒരു കൗണ്ട് അല്ലെങ്കിൽ പരാതികളുടെ എണ്ണം കുറഞ്ഞു വരും. നിങ്ങൾ അവരെ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ അവരോട് സംസാരിച്ചിട്ടില്ലെങ്കിലും ഒന്നും ഇവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അതിനർത്ഥം അവർക്ക് നിങ്ങളോടുള്ള താല്പര്യം കുറഞ്ഞു എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി സംസാരിക്കാനും അതുപോലെ നമ്മളുടെ കാര്യങ്ങൾ കേൾക്കാനും നമുക്ക് പൂർണ്ണമായിട്ട് അറ്റൻഷൻ തരാനും ഒരാൾ അപ്പുറത്തുള്ളപ്പോൾ വേറൊരാളുടെ ആവശ്യം ഒരു സ്ത്രീയെ സംബന്ധിച്ചില്ല. സോ ആ ഒരു റീസൺ കൊണ്ടും ആവാം നിങ്ങളോടുള്ള താല്പര്യം കുറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, സ്ത്രീകളിൽ ഉണ്ടാവുന്ന മൂഡ് സ്വിങ്സും ഇറിറ്റേഷനും ആണ്. ഇത് നോർമലായിട്ട് സ്ത്രീകൾക്ക് വരുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഇത്തരത്തില് ഒരു തേർഡ് പേഴ്സന്റെ പ്രസൻസ് ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഒരു മൂഡ് സ്വിങ്സ് ഒക്കെ ഭയങ്കര ഓവറായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, അതായത് പുരുഷന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഇവരോട് പറയുമ്പോൾ പോലും ഇവർ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുകയും ദേഷ്യപ്പെടുകയും അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുകയും ആ രീതിയിലൊക്കെ പെരുമാറാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ റീസൺ നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ദേഷ്യം കൂടല്ലേ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇറിറ്റേഷൻ ആവും. അതുപോലെ അവരിങ്ങനെ ഒരുപാട് ഒച്ചയിട്ട് സംസാരിക്കും, നിങ്ങളോട് ദേഷ്യപ്പെടും, കരയും. ഈ രീതിയിലൊക്കെ ഇമോഷണലി അവർക്ക് ഉണ്ടാവുന്ന ചേഞ്ചസും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു കാര്യം ഹൈഡ് ചെയ്ത് പിടിക്കുകയാണ്. അപ്പൊ അത് പുറത്തു വരാണ്ട് നോക്കണല്ലോ. അപ്പൊ അതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുമ്പോൾ ഈ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നാലാമത്തെ കാര്യം, അപ്പിയറൻസിൽ വരുന്ന സഡൻ ചേഞ്ച് ആണ്. ഇപ്പൊ ചില ആളുകള് നോർമലി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാക്ക് ഉണ്ടാവും. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവും. നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ആണെങ്കിലും നമ്മളുടെ സ്കിൻ കെയർ, പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് കാര്യങ്ങൾ എല്ലാം നമ്മൾ ടേക്ക് കെയർ ചെയ്ത് വരുന്ന ഒരു രീതി ഉണ്ടാവും. അതിൽ നിന്നും പെട്ടെന്നൊരു മാറ്റം സംഭവിക്കുന്നത് എല്ലായ്പ്പോഴും നമ്മൾ തേർഡ് പേഴ്സൺ ഉള്ളത് കൊണ്ടാണെന്ന് വിചാരിക്കരുത് കേട്ടോ. അതിന് പല കാരണങ്ങൾ ഉണ്ടാവാം. എങ്കിൽ പോലും ഒരു കാരണം ഇതാണ്. അതായത് നമുക്ക് ഒരാളെ ഇംപ്രസ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ അയാൾക്ക് വേണ്ട പോലെ ഡ്രസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ അയാളെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യാനും അതുപോലെ നമ്മളുടെ ആ ഒരു അപ്പിയറൻസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പല ആളുകളും ശ്രമിക്കാറുണ്ട്, എസ്പെഷ്യലി സ്ത്രീകൾ. അപ്പോൾ ഈ രീതിയിൽ അവരുടെ അപ്പിയറൻസിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അവർ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ മേ ബി അതിൻ്റെ ഒരു റീസൺ ഇതാവാം. ഇനി അഞ്ചാമത്തെ കാര്യം, നമ്മളെ കമ്പയർ ചെയ്യും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ തെറ്റുകൾ, നിങ്ങളുടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും ഇവര് നിങ്ങളെ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞിട്ട് നിങ്ങളുടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിൽ വരുന്ന പോരായ്മകൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് വരിക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചെറുതായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതായത് നിങ്ങളെ വെച്ച് വേറെയുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അവന് നിന്നേക്കാളും അടിപൊളിയാണല്ലോ, അല്ലെങ്കിൽ അവൻ നിന്നേക്കാളും കൂടുതൽ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടല്ലോ, അവൻ നിന്നേക്കാൾ കൂടുതൽ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നുണ്ടല്ലോ, ഈ രീതിയിൽ പല ആളുകളെ വെച്ചിട്ട് നമ്മളെ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് നമ്മളോടുള്ള താല്പര്യം കുറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേറെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള അഫെക്ഷനോ അല്ലെങ്കിൽ ക്രഷോ കാര്യങ്ങളൊക്കെ അപ്പുറത്തായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് മാത്രമാണ് കാരണം എന്ന് വിചാരിക്കരുത്. പക്ഷെ
നമുക്കിങ്ങനെ എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻഷിപ്പിലുള്ള ആളുകൾ കാണിക്കുന്ന സൈനുകളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു കാര്യവും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞ 5 സൈനുകളും കാണിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പേഴ്സണ് എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കരുത്. കൃത്യമായിട്ടുള്ള സോളിഡ് എവിഡൻസ് കാണുന്നവരെ വെയിറ്റ് ചെയ്യുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, അവരെന്തൊക്കെയോ നിങ്ങളിൽ നിന്നും ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നതിന്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സൈനുകളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ രാഷ്ന സൈനിങ് ഓഫ്.